മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സീമന്തിനി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഭയമൊന്നുമില്ലേ എന്ന്. മഞ്ജു പറയുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരുടെയും തോന്നലാണെന്ന്. മേഘനാഥൻ പറയുന്നത്, അങ്ങനെ നീ പറയരുത്, തോന്നലാണെന്ന് പറയരുത്. ഞാനും അപ്പച്ചിയും വീട്ടിൽ വെച്ചിട്ടാണല്ലോ അവളെ കണ്ടത്. ദേ ഇപ്പോൾ ഉണ്ണി റോട്ടിൽ വെച്ച് അവളെ കണ്ടില്ലേ എന്നും പറയുന്നു. സീമന്തിനി പറയുന്നുണ്ട്, ഇല്ല മോളെ, എന്തോ കുഴപ്പമുണ്ട് മഞ്ജു. ഗതി കിട്ടാതെ അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തി അവളെ ഒഴിപ്പിച്ച് വിട്ട് തന്നെ പറ്റുള്ളൂ എന്ന് സീമന്തിനി മഞ്ജുവിനോട് പറയുകയാണ്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കിടക്കാമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, പോയി കിടന്നു, ഞാനിവിടെ ഒറ്റയ്ക്ക് പോയി കിടന്നോളാം എന്നെല്ലാം പറയുന്നു. അപ്പോൾ വാമദേവൻ പറയുന്നത്, വാതിലെല്ലാം നന്നായിട്ട് അടച്ചു പൂട്ടി കിടന്നാൽ മതിയല്ലോ, ഒരു കുഴപ്പമില്ലടാ എന്നും പറഞ്ഞ് സീമന്തിനിയെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ മേഘനാഥൻ മഞ്ജുവിനെ മുറിയിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. മുറിയുടെ വാതിലടച്ചിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഈ ഡോറിൻ്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തതെന്ന് ചോദിക്കുന്നു. മഞ്ജു ചോദിക്കുന്നു, അതെന്തിനാണെന്ന് ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് 100 ചോദ്യങ്ങൾ ചോദിക്കുന്നത്, താക്കോൽ എടുക്കാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മഞ്ജു താക്കോലെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. മേഘനാഥൻ പറയുന്നുണ്ട്, താക്കോൽ ദ്വാരത്തിൽ കൂടി പോലും അവൾ അകത്ത് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നു. മഞ്ജു പറയുന്നത്, ഇത് ശരിക്കും വട്ടാണോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ പോയാൽ എനിക്ക് വട്ട് പിടിക്കുമെന്ന് മേഘനാഥനും പറയുന്നു. അങ്ങനെ മഞ്ജു മേഘനാഥൻ ഉറങ്ങാൻ കിടക്കുന്നു. എന്നാലും മേഘനാഥൻ ഉറക്കമൊന്നും വരുന്നില്ല, ആകെ ഒരു പരിഭ്രമിച്ച് കിടക്കുകയാണ്. അങ്ങനെ മഞ്ജുവിനെ തട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിന്നോട് ചോദിച്ച പോലെ നിനക്ക് പ്രേതങ്ങളെയൊന്നും പേടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, എനിക്കൊരു യക്ഷിയെയും ആടനെയും മർദ്ദനെയും ഒന്നും എനിക്ക് പേടിയില്ല എന്നും പറയുന്നു. ജീവിച്ചിരിക്കുന്ന ചില അസുരന്മാരുണ്ട്, അവരെയാണ് എനിക്ക് പേടിയെന്ന് മഞ്ജു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് ആരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? മഞ്ജു പറയുന്നുണ്ട്, ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷെ നമ്മൾക്ക് പേടിക്കേണ്ടത് നമ്മൾക്കിടയിലുള്ള ചില മനുഷ്യന്മാരെ തന്നെയാണെന്നും ജീവിച്ചിരിക്കുന്നവന്മാരെ തന്നെയാണെന്നും മരിച്ചവരൊരിക്കലും നമ്മൾ ശല്യം ചെയ്യില്ല എന്നും മഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ ഞങ്ങളെയൊക്കെ ശല്യം ചെയ്തതോ? അപ്പോൾ മഞ്ജു പറയുന്നു, അതിന് എന്നെയൊന്നും ശല്യം ചെയ്തില്ലല്ലോ ഇതുവരെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാമെന്നും പറയുന്നുണ്ട് മഞ്ജു. മഞ്ജു ചോദിക്കുന്നത്, എന്തേ ലൈറ്റ് അണയ്ക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യേണ്ട, അതവിടെ കിടന്നോട്ടെ എന്ന് പറയുന്നു. എൻ്റെ പ്രേതത്തിന് വെളിച്ചം പേടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അതെ, വെളിച്ചം പേടിയാണ്, അതുകൊണ്ടാണല്ലോ അവർ പകലൊന്നും ഇറങ്ങി നടക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.